വ്ലോഗ് ചെയ്യോ? ആദ്യം വ്ലോഗ് ചെയ്താൽ ഉണ്ടാവും നോക്കാം. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. ഇത് വെച്ചിട്ടാ ഹലോ ഗായ്സ്. ആള് കാലത്ത് തന്നെ എന്ത് കാര്യമായിട്ട് പറയുന്നുണ്ട്. കാലത്ത് മാത്രല്ല, അവൻ ഇന്നലെ എപ്പോഴോ രാത്രി പാതിരാത്രിക്ക് എണീറ്റ്. എന്നിട്ട് എന്തായിരുന്നു നാം കുത്തിമറിയലും ബഹളവും. ഞാൻ അറിഞ്ഞില്ല. അതറിയൂല ഗൈസ്. ഇന്നലെ എനിക്ക് ഓഫായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ല നൈറ്റ് ഉണ്ടായി. ഇവിടെ ഞാൻ കുറച്ചൊക്കെ എനിക്ക് കുറച്ചു എണീറ്റില്ലേ? കുറച്ച് ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാൻ പിന്നെ ഉറങ്ങണ്ടേ. എനിക്ക് നീ പിന്നെ ശീലമായല്ലോ രാത്രി. നിന്നെ കുറിച്ചാണ് ഇപ്പൊ പറയണത്. സോ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. എന്താ റെഡി? ഞാൻ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ട്, അത് പൊങ്ങിയോ നോക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോളായി. അധികം എഗ് ഉണ്ട്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ട് കേട്ടോ. വാ വാങ്ങടോ. വാ. എവിടെ പോണ്? വാഷിംഗ് മെഷീനിൽ പോണ? സുപ്രഭാഷണം മോൻ. വാവ്, ഇന്ന് അത്ര സണ്ണി അല്ലല്ലേ? എന്നാലും കുഴപ്പമില്ല. ആളെത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ചില്ലിങ്. നല്ല തടവുണ്ടെന്ന്. എന്നാ തുടങ്ങ. ഫസ്റ്റ് ഓൾ യെസ് 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 യെസ്. എൻ്റെ ദോശമാവ് പൊങ്ങിയോ നോക്കാം. ഹാപ്പി, ഐ എം ഹാപ്പി. ദിസ് മെയ്ഡ് മൈ ഡേ. ഓ, എന്ത് വേണം? ഇഡ്ഡലി വേണോ ദോശ വേണോ? ഇഡ്ഡലി മതി, അരി ദോശ മതി. Up to you. സോ ചമ്മന്തിക്കുള്ള ഗ്രേറ്റഡ് കോക്കനട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ബട്ടർ എടുത്താൽ സെറ്റ് ആവും. വേപ്പനയുടെ പൗഡറാണത്. ഒരു ടേസ്റ്റ്. എത്ര പെട്ടെന്നാണ് റെഡി ആയത്? പെട്ടെന്ന് ദോശയും ചമ്മന്തി റെഡിയായി. എന്നിട്ട് സ്വീറ്റ് കോൺ, ക്യാരറ്റ്, പിന്നെ അവന്റെ കുറച്ച് ഫോർമുല പൗഡർ ഒക്കെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തു. വാശിയാണ്, ഫുഡ് കൊടുക്കും മാത്രമേ ഉള്ളൂ. അറിയത്തോ? അതേ പുതിയ JCB ആണ്. അത് JCB ഒന്നും വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതൊന്നും തൊട്ടും കൂടി നോക്കൂല. അവന് കുറച്ച് കാർഡ്ബോർഡ്, കുറച്ച് സ്പൂണ്, അങ്ങനത്തെ സാധനങ്ങളാണ് അവന് വേണ്ടത്. എടാ അടുത്തീട് പോയാൽ തൊട്ട് നോക്കൂല. എടാ നിനക്കല്ലേ ആ JCB വാങ്ങിച്ചത് ഞാൻ. പിടിച്ച് എനിക്കിവിടാ. മാറി നോക്കി. കുളിയൊക്കെ കഴിഞ്ഞാൽ ആദ്യം കുട്ടപ്പനായി. എൻ്റെയും കുളി കഴിഞ്ഞു, കീത്തുവിൻ്റെയും കുളി കഴിഞ്ഞു. ഇന്നൊരു കുളിയുടെ ആയിരുന്നല്ലേ കീത്തു? സോ ഞങ്ങളുടെ ലഞ്ച് നോക്കി. ഫ്രൈഡ് റൈസ് ഇന്നലെ രാത്രി കീത്ത് ഉണ്ടാക്കിയതാണ്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ആദ്യം കിട്ടാ എഗ്ഗ്. സെയിം കീത്തിന് ട്രെയിനിങ് ഉണ്ട്. എന്തിനാണ്? എൻഡ് ഓഫ് ലൈഫ്. ഈശ്വര, എൻഡ് ഓഫ് ലൈഫ്. അതായത് എൻഡ് ഓഫ് ലൈഫ് ആയ പേഷ്യൻസിന് എപ്പോഴാണ് ഒരു പേഷ്യൻ്റ് എൻഡ് ഓഫ് ലൈഫ് ആവുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അതൊക്കെ എപ്പോൾ കഴിയും? എത്ര നേരമുണ്ട്? 1 hour ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് എനിക്ക് ആദ്യം ഫുഡ് കൊടുക്കാനുണ്ട്. സോ ഗൈസ്, കീത്തു ട്രെയിനിങ്ങിനായിട്ട് പോയി. അപ്പോൾ ആദ്യക്കിനി ഫുഡ് കൊടുക്കുന്ന ടൈമാണ്. അവൻ്റെ ഫുഡ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നോർമൽ നമുക്ക് കൊടുക്കാറുള്ളവന് അവക്കാഡോ, പിന്നെ ബനാന, എഗ്ഗും കൂടി മിക്സ് ചെയ്തത്. ആദ്യം അതിന് കുറച്ച് പാൽ ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കും, എന്നിട്ട് അവസാനം കുറച്ചുകൂടി പാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലഞ്ച് സെറ്റായി. അയ്യോ, ഞാനേ മേത്ത് ഫുള്ളാക്കുന്നുണ്ട്. പുതിയ ഡ്രസ്സ് പിടിച്ചിട്ടുള്ളൂ, ഇത് വെച്ചില്ല. ഇത് വെക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കീത്തുവിന് ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് കേട്ടോ. വിളിച്ചേ കീത്തോ? കീത്തോ ട്രെയിനിങ് കഴിഞ്ഞാ?
എന്നാ അവനെ വിളിക്കാം, അങ്ങോട്ട് വിളിക്ക്, അവൻ വരാൻ നോക്കട്ടെ. ഓടേണ് ക്ഷീണിച്ചാ ചെല്ലി. പെട്ടെന്ന് എടുക്കണ്ട. ഓ ഓ ഓ സ്പീഡ് കുറച്ച് കുറയ്ക്കണ്ടേ? പയ്യെ വേണ്ടേ പോവാൻ? തിരക്ക് പിടിച്ച് ഓടി വരുന്നെന്തിനാ? വേണ്ടി വരാൻ കളി ഒടുങ്ങി. ഓടിക്കത്തിച്ച് വരണ്ടട്ടാ. ടേക്ക് യു ടൈം. എന്റെ മുടിയുടെ അറ്റൊന്ന് വെട്ടിത്തരോ? അറ്റോ? ജസ്റ്റ് എഡ്ജ്. ഞാൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഐശ്വര്യമാണ് ഗീത്തുന്. പെട്ടെന്ന് മുടി ഇങ്ങനെ വളരെ നീ നാട്ടിൽ പോയ എവിടെ വെട്ടിയത്? ഓ നാട്ടിൽ പോയിട്ട് ഞാൻ വെട്ടിയതൊക്കെ സെറ്റ് ആയിരുന്നു. പക്ഷെ അത് പിന്നെ ഒരു ഗ്രോത്ത് ചിലര് അങ്ങനെ പറയാറില്ലേ, അതെനിക്ക് തോന്നിയില്ല. ഞാൻ വെട്ടിയപ്പോഴോ ഗുഡ്. നിങ്ങള് പല്ലങ്കൂല പോലെ വളരും. എടുക്ക്, കത്രി എടുക്ക്. അയ്യതാണാ ഇത് വെച്ചിട്ടാ ഇത് ചെപ്പത്തിലാണ് മൂന്ന് കത്രി കിട്ടിയിട്ടുണ്ട്. അല്ല ഏതാണ് നല്ലതെന്ന് ഓക്കെ അത് സെറ്റായി. വ്ലോഗ് ചെയ്യോ? ആദ്യം വ്ലോഗ് ചെയ്ത് ഉണ്ടാവും നോക്കാം. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആവാൻ ഇത്രയാണ്. അപ്പൊ അതിനെ ഇതൊന്ന് ഇടിക്കണം. അതിനെ ആദ്യമൊക്കെ എളുപ്പമായിരുന്നു ഇടിക്കാനായിട്ട്. ഇപ്പൊ കിടന്ന് പിരികും കിടന്ന് ഇതിടാൻ നേരത്ത്. കിട്ടിയില്ലേ കിട്ടിയില്ലേ നമ്മളെ കിട്ടിയേ എന്നെ തരണം. എന്താണ് മോനെ കൊണ്ടുപോകാണ്ട് പോവൂല. മോനെ അവിടെ ഇരിക്കി, ചൂടിട്ടെ. പറ്റോ? അതിനെ സെറ്റാക്കിട്ട് എത്തിയിട്ടുണ്ട്. ഒരാൾ സ്കൂളിൽ പോകാൻ റെഡി ആക്കണ നോക്കി. എവിടേക്ക് പോണേ? അതിന്റെ സ്കൂളിൽ പോണ പോലെ വാ. കൊച്ചു ഇത്രായി സ്കൂളിൽ പോണം. എന്റെ സ്പെക്സ് എങ്ങനെ ഉണ്ട്? ഫ്രണ്ട് എന്നാണത്. എന്ത് വർത്താനാണ് ഇത് പറഞ്ഞത്? വാച്ചാരാ വാങ്ങിച്ചെന്ന് ഗീത്തു. എവിടെ വാച്ച്? എവിടെ ചാർജ് ഉണ്ടാവും? പിന്നെ വാ. ഹേ ഗൈസ്, നമ്മൾ അപ്പോൾ ഒന്ന് പുറത്ത് പോവാണ്. നമുക്ക് രണ്ടുപേർക്കും ഓഫാണ്. സോ വി തോട്ട് എൻ്റെ ഇവിടെ പാർക്കിൽ ഫാമിലിനെയും കൊണ്ടൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ ഫാമിലി വന്നിട്ടുണ്ട്. എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇതിലേ പോവും. അതിൽ കൂടെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവന് മറ്റേ സ്ട്രോളറൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ആൻഡ് ദാറ്റ്സ് മൈ ഹോസ്പിറ്റൽ. ചായ കുടിക്കാൻ വന്നിരിക്കുന്നു. സമൂസ ആദ്യം വാങ്ങി. എങ്ങനെയുണ്ട് സമൂസ? എങ്ങനെയുണ്ട്? കുറച്ചാണ് ചൂടോടെടാ ഉരുളക്കിഴങ്ങ്. എപ്പോഴും വരാനുള്ള ഷോപ്പാണ് ലണ്ടൻ സ്വീറ്റ്സ്. ചായ പറഞ്ഞിട്ടുണ്ട്. ചായ ഇവിടെ കുറേ ടൈം എടുക്കും. ഞങ്ങൾ കാണിക്കും. ഞങ്ങൾ
ഹോസ്പിറ്റലൊക്കെ എന്തെങ്കിലും ചിലവ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരും, ഇത് വാങ്ങും. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇംഗ്ലീഷുകാർക്കൊക്കെ ഇഷ്ടം കൊടുത്തു. ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഞാൻ മോറിസണിൽ വന്ന് കുറച്ച് ഫിഷൊക്കെ ഉണ്ടാകുന്ന നോക്കാനായിട്ട്. ഫിഷ് നമ്മൾ മോറിസണിൽ നിന്ന് എടുക്കാറ്. കീത്തു അൽഡിയിലും പോയി. അൽഡിയിലാണ് കുറേ സാധനങ്ങളൊക്കെ കുറച്ച് റേറ്റ് കുറവായിരിക്കും. നമ്മൾ കൂടുതൽ എടുക്കുന്ന സാധനങ്ങൾ കൂടുതലും അൽഡിയുടെ റേറ്റ് കുറവായിരിക്കും, മോറിസണിൽ റേറ്റ് കൂടുതലായിരിക്കും. മോറിസണിൽ ഫിഷൊക്കെ എടുക്കാനായിട്ട് മോറിസൺ അടിപൊളിയാണ്. എനിക്ക് ഒരു ദിവസം ഇതൊക്കെ എടുത്ത് കുക്ക് ചെയ്യണമെന്നുണ്ട്. കേട്ടോ, പന്നിയുടെ കാല്, പോർക്കിൻ്റെ കാലാണത്. ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാനിവിടെ സാൽമണിൻ്റെ തലയാണ് നോക്കിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കീത്തു ഫുഡ് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായത്. സോ അതാണ് ഞാൻ നോക്കിയത്. അതില്ല. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ അതിക്ക് ഫോർമുല ഇതാണ് എടുക്കാറ് കവാങ്കേറ്റിൻ്റെ 2. പക്ഷേ അതാണ് ആദ്യം എടുത്തിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബോക്സ് നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതാണ് എടുക്കാറ്. ഇതല്ല ഇതാകുമ്പോൾ റേറ്റും കുറവാണ്. ബോക്സ് വെറുതെ വേസ്റ്റ് ആവുമില്ല, കുറേ സ്പേസ് കളയണ്ട വെറുതെ. ഇതാണ് ഇപ്പോൾ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് റേറ്റ് കുറവ്. സോ ഇത് പറഞ്ഞു കൊടുക്കാം. സമയം ഇപ്പോൾ 7:30. 7:45 സൂര്യൻ നിൽക്കണമെങ്കിൽ 8 മണി ആവാറായിട്ടുണ്ട് ഏകദേശം. ഇനി ഇതാണ് മോറിസൺ, അതാണ് അൽഡി. അവിടെയാണ് കീത്തുള്ളത്. എടുക്കാൻ പോട്ടെ. ഞങ്ങളില്ലേ മഴയായിട്ട് ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കാർ എടുക്കണേ. പക്ഷെ അവിടേക്ക് അവിടെ എത്തിക്കാനായിട്ടുള്ളൊരു തണുക്കും നമുക്ക്. നമ്മൾ ജാക്കറ്റ് ഇടാത്തതുകൊണ്ട്. ഇവിടെ വെയിൽ കണ്ടിറങ്ങും ജാക്കറ്റ് ഇല്ലാതെ. ഒടുക്കത്തെ തണുപ്പാണ്. പക്ഷെ ഇപ്പൊ തന്നെ മാറുമായിരിക്കും. ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. കീത്തുവിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി പറഞ്ഞോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്. ഇത് ബീഫ് സ്റ്റേക്ക് ആണ്. അത്ര വലിയ ഹാർഡല്ല. നമ്മൾ ഇതിനു മുന്നേ അന്ന് ടെൻറ്റി പോയപ്പോൾ നമ്മൾ കഴിച്ചത് കുറച്ചും കൂടി കട്ടിയുള്ളതായിരുന്നു. ഇതിപ്പോൾ കുറച്ചും കൂടി തിന്നായിട്ടുള്ളതാണ്. ബട്ട് ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. അതിനകത്തേക്ക് കുരുമുളക്, ഉപ്പ്, പിന്നെ കുറച്ച് ഗാർലിക്കിന്റെ പൗഡർ, ഗ്രാന്യൂൾസ് അതുമാണ് ആഡ് ചെയ്താക്കണത്. എന്നിട്ട് അതൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതുപോലെ തന്നെ നമ്മളുടെ ഇത് സ്വീറ്റ് പൊട്ടേറ്റോ ആണ്. ഇതിൽ ഒലിവ് ഓയിലും പെപ്പറും ഉപ്പും വെച്ചിട്ട് നമ്മൾ അതും ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരിൽ വെക്കും. അതാണപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. സോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയുകയാണ്. ആദ്യം ഒന്നും കഴിച്ചല്ല, ആദ്യം വാശിയിലാണ്. ആദ്യം നല്ല വാശിയിലാണ്. പുതിയ പല്ല് വരുന്നുണ്ട്, അപ്പൊ അതിന്റെ പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. സീരിയസ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതായിരിക്കും, ഇത്തിരി വാശിയാണ് അവൻ. ഇന്ന് വേപ്പ് വന്നേ പിന്നെ നല്ല വാശിയാണ്, ഭയങ്കര വാശിയും ബഹളവും. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോസ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ കാലത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു വേറെ കണ്ടന്റ് ഒന്നുമില്ല, ഇന്ന് വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടായത്. നമ്മൾ പുറത്ത് പോയി, ഷോപ്പിങ്ങിന് പോയി, ടീ കുടിക്കാൻ പോയി, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയില്. അപ്പോൾ ഇനി നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം. See you guys, see you tomorrow. Bye bye. Love you all. ഞാൻ ലൈവിൽ കണ്ടോണ്ടിരിക്കണേ. അപ്പൊ ഞങ്ങള് ഡയറ്റ് പിടിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ബീഫൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തത് ഡിന്നർ. എല്ലാ കിച്ചണെ ക്ലീൻ ചെയ്തിട്ട് കീത്ത് പറയണേ 2 ദോശ ഉണ്ടാക്കി കഴിച്ച പണക്ക് വേണോ? പണക്ക് വേണോ? അതായത് കാർബ് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബീഫ് വാങ്ങിച്ചിട്ട് ഓവനിൽ കയറ്റി ഫ്രൈ ചെയ്ത് കഴിച്ചത്. ഡിന്നർ സെറ്റ് ആയാലും പറഞ്ഞിരിക്കണേ. കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതിന് പിന്നെ വിശന്ന് 2 ദോശ ഉണ്ടാക്കിയാല പ്രൊഡക്റ്റ് വേണോ? ഇവളായിട്ട് ഡയറ്റ് പിടിക്കൊന്നും നടക്കൊന്നുമില്ല.